സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധു നായർ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ പ്രധാന വാർത്ത വീണ്ടും ലൈംഗിക ബന്ധപ്പെട്ടതാണ്. ഒരു മന്ത്രി ശ്രീ ഗണേശൻ ഒരു ഗാർഹിക സമസ്യയിൽ പെട്ട് രാജിവെക്കുമെന്നുള്ള സ്ഥിതി വരെ എത്തി. അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ കൺട്രവേഴ്സീസ് അനവധി ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം മന്ത്രി സ്ഥാനം രാജിവെക്കേണ്ട അവസ്ഥ വരെ വന്നു. അതിനുശേഷം വിവാഹമോചിതനായി വളരെ മാന്യമായ ഒരു സെറ്റിൽമെൻ്റാണ് ഉണ്ടായതെന്നാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം അദ്ദേഹം വീണ്ടും വിവാഹിതനായി. പക്ഷേ ആ വിവാഹത്തിൽ ചില കല്ലുകടികളുണ്ടെന്നൊക്കെ കേട്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ പൊടുന്നനെ കൊട്ടാരക്കരയിലുള്ള വസതിയിലെത്തുമ്പോൾ മന്ത്രിയുടെ കൂടെ വേറൊരു സ്ത്രീയെ കണ്ടുവെന്നും അവരതിൽ ശോഭിച്ച് പോലീസിനെ വിളിച്ചുവെന്നും പോലീസ് വേണ്ട നടപടികൾ സമയത്തിന് എടുത്തില്ല എന്നൊക്കെയാണ് ഉള്ള വിവാദകരമായ വാർത്തകൾ. പിന്നെ അറിയുന്നത് മന്ത്രി തന്നെ ഭാര്യയെ വിളിച്ച് മാപ്പ് പറഞ്ഞുവെന്നും അവരെ മാപ്പ് സ്വീകരിക്കുകയും ഏതൊരുവിധ നിയമ നടപടിയിലേക്ക് പോവുകയില്ല എന്ന് പറയുകയും അതനുസരിച്ച് മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുകയും ചെയ്തു. ഇതിപ്പോ മാധ്യമങ്ങൾക്ക് ഇതൊരു ഭയങ്കര ചൂടുള്ള വാർത്തയാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും മീഡിയ കേരളത്തിലാണെന്നുണ്ട് ഇത്ര അധികം ഇൻട്രസ്റ്റോടെ ഒരു എൻ്റെ ഒരു തോന്നൽ എന്ന് പറഞ്ഞാൽ കേരള സമൂഹം മുഴുവൻ ഒരു സോർട്ട് ഓഫ് സെക്ഷൽ ടെൻഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കുള്ള അതിനുള്ള എക്സിറ്റ് പാസുകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. രാഷ്ട്രീയത്തിൽ ഉള്ള ഇത്തരത്തിൽ ധാർമ്മികതയെന്ന് പറയുന്നില്ല, ഇങ്ങനെ ലൈംഗിക കാര്യങ്ങളിലെ അപവാദം ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് ലോകമെങ്ങാനും ഉണ്ട്. അമേരിക്കയിൽ പ്രസിഡന്റായിരുന്ന ക്ലിന്റൺ ഇംപീച്ച്മെന്റിന്റെ വക്ക് വരെ എത്തിയില്ലേ. എനിക്ക് ഓർമ്മയുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷ് ഫോറിൻ മിനിസ്റ്ററോ ഡിഫൻസ് മിനിസ്റ്റർ ജോൺ പ്രോഫ്റ്റ്യൂമോ ഈ വിവാദത്തിൽപ്പെട്ട് രാജിവെച്ചു. പക്ഷേ ഇവിടെ കേരളത്തിൽ തന്നെ 57 കഴിഞ്ഞിട്ട് ഉള്ള മന്ത്രിസഭ, ശങ്കർ മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന പി ടി ചാക്കോ വളരെ പ്രഗത്ഭനായ അഴിമതിയുടെ കറ തൊട്ടു തേണ്ടിയിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹമായിരുന്നു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ 57 അടുത്തപ്പോൾ അതിന്റെ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹം ശരിക്കും അടുത്ത് മുഖ്യമന്ത്രിയാവേണ്ട ആളായിരുന്നു, ശരിക്കും മുഖ്യമന്ത്രിയാവുക. പക്ഷേ സ്വന്തമായിട്ട് കാർ ഓടിച്ച് അതിനകത്തൊരു സ്ത്രീ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ആ വിവാദത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം ഒഴിയുകയും അതിനുശേഷം രാഷ്ട്രീയ വനവാസത്തിലേക്ക് പോവുകയും അവസാനം അദ്ദേഹത്തിന്റെ പിൻഗാമികളെ കൂടി വേറെ പാർട്ടി അതായത് പറഞ്ഞുകൊണ്ട് വരുന്ന ഒരു ചില്ലറ കാര്യം, വെറും സ്വകാര്യത ആയിട്ട് മാത്രം കാണേണ്ട ഒരു കാര്യത്തിന് വേണ്ടി ഒരു ഉഗ്രൻ രാഷ്ട്രീയ നേതാവിന് ഇവിടെ ബലി കൊടുത്ത ചരിത്രമാണുള്ളത്. ഈ ഗണേശൻ വിവാഹത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സംഭവം നടന്നതിന് ശേഷം അദ്ദേഹം പ്രസ്സുകാരോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അതായത് പ്രേമം എന്നൊക്കെ പറയുന്നത്, പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു മൗലിക അവകാശമാണ്. അദ്ദേഹത്തിന് 1000 അല്ല 1000 പ്രണയങ്ങളുണ്ട്. പ്രണയം അത്ര മോശമായ കാര്യമല്ല. മഹാത്മാഗാന്ധി തൊട്ട് ജവഹർലാൽ നെഹ്റു തൊട്ട് വാജ്പേയി തൊട്ട് ഒരുപാട് ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ധൈര്യമായിട്ട് ഒരു ഹിപ്പോക്രസി ഇല്ലാതെ ഇത് വിളിച്ചു പറയാൻ തോന്നിയ അദ്ദേഹത്തിന്റെ ആ ധൈര്യത്തിന് ഞാൻ ശരിക്കും ശ്ലാഘിക്കുകയാണ്. കേരളത്തിലാണ് ഇത് ഇത്ര രൂക്ഷമായിട്ടുള്ളത്. ഇപ്പം തന്നെ തമിഴ്നാട്ടിലാണെന്നുണ്ടെങ്കിൽ കരുണാനിധിക്ക് പരസ്യമായിട്ട് 3 ഭാര്യമാര്. MGR ആണെങ്കിൽ ഇതൊരു വലിയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള ജീവിതം ആളുകൾ ആഘോഷിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ വേറെ ഒരു ഇവിടെ മാത്രം ഈ MLA ആയാലും ശരി, അവരുടെ എല്ലാം ഈ രഹസ്യ
പേഴ്സണൽ ലൈഫ് അത് പൊതുരംഗത്തെ എങ്ങനെ ബാധിക്കുമെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. അതിനെ ചികഞ്ഞിട്ട് ഒരു എന്താ പറയണ ഒരു ദുഷ്പ്രവണത ഇത് അവസാനിച്ചേ മതിയാവും. ഇപ്പോൾ ഗണേശനും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടി പറഞ്ഞ് ഇതിന്റെ കുടുംബ പ്രശ്നമാണ്, അതല്ല ഇത് പൊതുരംഗത്തുള്ള ഒരു വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലത്തെ ടോക്ക് ഷോയിലെല്ലാം എത്ര വലിയ വലിയ വീരന്മാരിരുന്ന് വിളിച്ചു പോകുന്നത് ഈ പ്രവണതകളൊന്ന് അവസാനിക്കണം. നമ്മുടെ പേഴ്സണൽ ലൈഫ് വഴിച്ചഴിച്ച് പൊതുരംഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ജനാധിപത്യത്തെ എന്താ പറയണ ആക്ഷേപിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ നീങ്ങുന്നത് ശ്രദ്ധവ്യമല്ല. അങ്ങനെ ഒരു മനസ്ഥിതി നമ്മുടെ ജനങ്ങൾക്ക്, എസ്പെഷ്യലി വോട്ടർമാർക്ക് അതാണ് ഒരു സമീപനം. അവര് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇതൊരു പ്രശ്നമേ ആകണില്ല. പക്ഷെ മീഡിയയ്ക്ക് ഇതങ്ങോട്ട് ആഘോഷിക്കാനായിട്ടൊരു സംഭവമായിട്ട് തീർന്നിരിക്കുന്ന ഈ പ്രവണതയ്ക്ക് ഒരു അന്ത്യം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ചത്തെ എന്റെ ജൽപ്പനങ്ങൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.